ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ലെയർ 1 പ്രൊജക്റ്റാണ്. ഇത് പുതിയതൊന്നുമല്ല, കാരണം ഏകദേശം ഒരു മാസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഏണിംഗ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മൊണാഡൊക്കെ പോലെ അത്രയധികം ഓവർ ഫാമഡ് അല്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഇതിലൊന്ന് അധ്വാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കോസ്റ്റുകളും പിന്നെ കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് കൂടാനുള്ള ചാൻസസ് വളരെയധികം ഹൈ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 7-8 മാസം മുന്നേ തന്നെ ഇതിൻ്റെ ബീറ്റ ടെസ്റ്റ് ചെറിയ ചെറിയ കോസ്റ്റുകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളത് കാര്യമാക്കണ്ട. നമ്മളെന്ത് ചെയ്യാം, ഇതിന് പറയുന്ന ഈ ഒരു ടെസ്റ്റിൻ്റെ പറയുന്ന പേര് ഷാനൺ ടെസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ ഷാനൺ ടെസ്റ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു കൺസിസ്റ്റൻസി വെച്ചിട്ട് ഡെയിലി അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്ത് കോസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഏണിങ് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫണ്ടിങ് ഉണ്ട്. പക്ഷേ നമുക്ക് ക്രിപ്റ്റോ റാങ്കിലൊന്നും ഇതിൻ്റെ ഫണ്ടിങ് റിവീൽ ചെയ്തിട്ടില്ല. എക്സിലൊക്കെ അത്യാവശ്യം ഫണ്ടിങ് ഒക്കെ ഇങ്ങനെ ചെയ്ത് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്കോഡ് ഉണ്ട്. അപ്പോൾ ഡിസ്കോഡിൽ നിങ്ങൾ കയറുക. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടെലഗ്രാം ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൈഡിലേക്കാണ് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആദ്യം തന്നെ ആഡ് ടെസ്റ്റിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, മെറ്റാമാസ്ക് ഓൾറെഡി ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആഡ് നെറ്റ്വർക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കും, നിങ്ങളുടെ ഇതിലേക്ക് ഷാനൺ ടെസ്റ്റ് നെറ്റ്, സോംനിയയുടെ ഷാനൺ ടെസ്റ്റ് നെറ്റ് എന്ത് ചെയ്യും, നിങ്ങളുടെ ഇതിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബ്ലോക്ക് ചെയിൻ ഏതായിട്ട് മാറുണ്ടാവും, സോംനിയ ടെസ്റ്റ് നെറ്റായിട്ട് മാറുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് വേണം, ഇതിൻ്റെ ടെസ്റ്റ് നെറ്റിനായിട്ട് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് വേണം. അപ്പോൾ അതിനായിട്ട് എന്താണ് റിക്വസ്റ്റ് ടോക്കൺസ് എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വാലറ്റ് ഇവിടെ മേലെ കണക്ട് ചെയ്തിട്ടുണ്ടാവണം ഫസ്റ്റ്. അതിനുശേഷം ഗെറ്റ് STT കൊടുക്കുമ്പോൾ സംഭവിക്കും, നിങ്ങളുടെ ഇതിലേക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയ STT ടോക്കൺ സെൻഡ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്ലീസ് വെയിറ്റ് 24 hours. കാരണം ഞാൻ ഒരു 24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, എനിക്ക് ഇവിടെ കിട്ടാത്തത്. അതിനുശേഷം സെൻഡ് ടോക്കൺസ് ടു ഫ്രണ്ട്സ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയക്കുന്നതിലൊക്കെ നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ, കാരണം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അയച്ചാൽ ചിലപ്പോൾ മറ്റുള്ള പ്രോജക്റ്റിൽ ചിലപ്പോൾ സിബിലായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വാലറ്റ്, നിങ്ങൾക്കൊരു സെപ്പറേറ്റ് വാലറ്റ് ഇടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഈ ഷാനൺ ടെസ്റ്റ് നെറ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വെറുതെ അയക്കുന്നത് അത്ര നല്ലതായിരിക്കില്ല. കാരണം ഇത് കറക്റ്റ് മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് എടുക്കുന്ന കാരണം ചിലപ്പോൾ എന്ത് ചെയ്യാം, മറ്റുള്ള പ്രോജക്റ്റിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ സിബിൽ ഇഷ്യൂസ് ഒക്കെ വേണമെങ്കിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത് സെൻഡ് STT എന്ന് പറഞ്ഞ ടോക്കൺസ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം, ഒരാൾക്കെങ്കിലും അയക്കണം. അപ്പോൾ എന്താ, നിങ്ങൾക്ക് മറ്റൊരു പ്രൊഫൈലിൽ ക്രോമിൽ വേറൊരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് ആ പ്രൊഫൈലിൽ ഒരു മെറ്റാമാസ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ മെറ്റാമാസ്കിലേക്ക്, ഞാൻ പറയാറുണ്ട് എപ്പോഴും ഒരു സെക്കൻഡറി മെറ്റാമാസ്ക് എപ്പോഴും വെക്കുന്നത് നല്ലതാണ്. ചില പ്രോജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, സെക്കൻഡറി മെറ്റാമാസ്ക് യൂസ് ചെയ്യുക. പ്രൈമറി മെറ്റാമാസ്ക് വലിയ വലിയ പ്രോജക്റ്റുകൾക്കും അതുപോലെ നല്ല കൺഫേംഡ് ട്രസ്റ്റഡ് ആയ പ്രോജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, പ്രൈമറി മെറ്റാമാസ്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സെക്കൻഡറി മെറ്റാമാസ്ക് അഡ്രസ് ഉണ്ടെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ STT ടോക്കൺ അയക്കുക. വളരെ ചെറിയൊരു എമൗണ്ട് അയച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്ന വളരെ ചെറിയ എമൗണ്ടാണ് STT ടോക്കൺസ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ. അടുത്തത് നമുക്കുള്ള സ്വാപ്പാണ്. അപ്പോൾ നമ്മൾ സ്വാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, 2 ടോക്കൺ വേണം. പിങ്ങും എന്നും പോങ്ങും എന്ന് പറഞ്ഞ 2 ടോക്കൺ വേണം. ഞാൻ ഓൾറെഡി പിങ് എന്ന ടോക്കൺ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഓൾറെഡി മിൻറ്റഡ് പിങ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യണം, പോങ് ഇത് 2 ടോക്കൺ മിൻറ്റ് ചെയ്യാനായിട്ട് വരുന്നത് വന്ന് ക്ലിക്ക് വെറുതെ ചെയ്യുക, മിൻറ്റ് പോങ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവരെന്ത് ചെയ്യും, ഒരു പോങ് എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആക്കുന്നതായി കാണാൻ പറ്റും. മെറ്റാമാസ്കിൽ ആ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും, ഒന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും, ആ പോങ് എന്ന് പറഞ്ഞ ടോക്കൺ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് ക്ലെയിം ചെയ്യാനായിട്ട് എനിക്ക് എന്ത് വേണം, STT വേണം. 0.0016 STT നമ്പർ വന്നിരിക്കുന്നത് അത് നമ്മുടെ ടെസ്റ്റിൻ്റെ ടോക്കണാണ്. ഞാൻ എന്ത് ചെയ്തു, കൺഫേം ചെയ്തു. അപ്പോൾ എനിക്ക് ഞാൻ 2 ടോക്കൺ ക്ലെയിം ചെയ്തു. അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും പിങ് 1000 ബാലൻസ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും 2 ട്രാൻസാക്ഷൻ എനിക്ക് ആകെ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഞാൻ പിങ് ചെയ്യാനായിട്ടൊരു ട്രാൻസാക്ഷൻ വന്നു, അപ്പോൾ ട്രാൻസാക്ഷൻ 0 എന്ന് വന്നു. ഇപ്പോൾ ട്രാൻസാക്ഷൻ 1 എന്ന് പറഞ്ഞു വന്നത് എന്തായിരുന്നു, പോങ് ക്ലെയിം ചെയ്തപ്പോൾ ട്രാൻസാക്ഷൻ ആയിരുന്നു. ഞാനിങ്ങനെ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പിങ് എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്തു, ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അപ്രൂവ് പിങ് കൊടുക്കുകയാണ്. അതിനുശേഷം അത് കൺഫേം ചെയ്യുക. അതിനുശേഷം സ്വാപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതും കൺഫേം കൊടുക്കുക. കാണാൻ പറ്റും ആ ടോക്കൺ സ്വാപ്പ് ചെയ്തെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിയാൽ ട്രാൻസാക്ഷൻ 3 കൺഫേം വന്നില്ലേ. ഇതുപോലെ പിങ്ങിൽ നിന്ന് പോങ്ങിലേക്കും പോങ്ങിൽ നിന്ന് പിങ്ങിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളിങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുക. അപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ ഒരു 10 ട്രാൻസാക്ഷൻ വേണമെങ്കിൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് എന്ന് പറഞ്ഞ് കൊടുക്കാതെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ 1 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ട്രാൻസാക്ഷൻ വല്ല 1.01 അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത്ര നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ അടിക്കാറില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് കോപ്പിച്ചാലും മതി. അപ്പോൾ ഇപ്പോഴും 1 എന്ന് കൊടുക്കാതെ എന്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കൊടുക്കാം, 6 കൊടുക്കാം, എത്ര വേണമെങ്കിൽ കൊടുക്കാം, 8, 10, 1000 വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രാൻസാക്ഷൻ സ്വാപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഡിഫറൻറ്റ് വാല്യൂസ് കൊടുത്ത് എന്ത് ചെയ്യുക, എപ്പോഴും സ്വാപ്പ് ചെയ്യാനായിട്ട് മാക്സിമം
ശ്രമിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ പോങ്ങിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അപ്രൂവ് കൊടുക്കുക, അതിന് ശേഷം സ്വാപ്പ് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളിവിടെ കാണാൻ പറ്റും പോങ്ങിൽ നിന്ന് പിങ്ങിലേക്ക് ചെയ്യുമ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്രൂവ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ആദ്യ പ്രാവശ്യം ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എനിക്ക് അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എനിക്ക് ഡയറക്റ്റ് സ്വാപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിങ്ങിൽ നിന്ന് പോങ്ങിലേക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യും, നമുക്ക് ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രം എന്ത് ചെയ്യാൻ മതി, മറ്റേത് ചെയ്താൽ മതി. അപ്പോൾ സ്വാപ്പ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് മെം കോയിൻ കോൺടെസ്റ്റ് ആണ്. ഇത് ഓൾറെഡി എൻഡായി. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക, എപ്പോഴെങ്കിലും പുതിയ മെം കോയിൻ കോൺടെസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോഴുള്ള മെം കോയിൻ കോൺടെസ്റ്റ് ഓൾറെഡി എൻഡഡ് ആണ്. പിന്നെ ഉള്ളത് സോംനി എക്സ്പ്ലോറർ ആണ്. എക്സ്പ്ലോറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റ്വർക്കിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാനുള്ളൊരു സ്ഥലമാണ് എന്ത്, നിങ്ങളുടെ എക്സ്പ്ലോർ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ എത്ര ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോറിൽ പോയി എന്ത് ചെയ്യാം, അതിന് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കുള്ളത് ഗോ ക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്, ഒരു 4-5 എന്ത് ക്വസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പോയിന്റുകൾ കിട്ടുന്നതായിരിക്കും. ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ കണക്റ്റ് അക്കൗണ്ട് കൊടുക്കുക, മെറ്റാമാസ്ക് വെച്ച് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഇപ്പോൾ ഞാൻ സൈൻ കഴിഞ്ഞു. ഇപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റുകൾ കാണാൻ പറ്റും, ക്യാമ്പയിൻസ് കാണാൻ പറ്റും, സോംനിയ യാപ് സ്റ്റോം, സോംനിയ പ്ലേ ഗ്രൗണ്ട്, ഡാർക്ക് ടേബിൾ സോംനിയ, അതുപോലെ 5-6 ക്വസ്റ്റുകൾ കാണാൻ പറ്റും നമുക്കിവിടെ. ഇവിടെ സോംനിയ യാപ് സ്റ്റോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കൈറ്റോ എന്ന് പറഞ്ഞൊരു എയർ ഡ്രോപ്പ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ കൈറ്റോയിൽ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു എയർ ഡ്രോപ്പ്, ഒരു സെക്ഷനാണ് എന്തുകൊണ്ട് ഈ ഒരു സോംനിയ യാപ് സ്റ്റോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ഒരു USDC അല്ലെങ്കിൽ സോംനിയ പോയിന്റ്സ് വീക്കിലി കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇവിടെ എക്സിൽ കുറേ പോസ്റ്റുകൾ ഇടാനുള്ളതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, കൈറ്റോ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സിൽ പോസ്റ്റ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്ന് പോയിന്റ് ക്ലെയിം ചെയ്തെടുക്കുന്ന രീതിയാണെന്ന് വന്നത് ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അടുത്ത സോംനിയ പ്ലേ ഗ്രൗണ്ട് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് പ്ലേ ഗ്രൗണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ മേലെ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമുക്കിവിടെ ക്രിയേറ്റ് മൈ അവതാർ എന്ന് കാണാൻ പറ്റും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാൻ കൊടുത്തതിന് ശേഷം ഇത് ക്രിയേറ്റ് ന്യൂ അവതാർ കൊടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ് ഒക്കെ എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്യാം. ടീഷർട്ടും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്കൊരു അവതാർ ഇവിടെ ഉണ്ടാക്കുക. ജനറേറ്റ് അവതാർ എന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അവതാർ നെയിമിൻ്റെ അവിടെ ഞാൻ ക്രിപ്റ്റോ മങ്ങിന്ന് കൊടുത്തു, എന്ത് ചെയ്യാം, മിൻ്റ് അവതാർ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് വന്നു, അത് ഞാൻ കൺഫേം കൊടുത്തു. കാരണം ഒരു NFT പോലെയാണ് ഞാൻ എന്ത് ചെയ്തത്, മിൻ്റ് ചെയ്തെടുക്കുന്നത്. എൻ്റെ ഒരു അവതാറിനെ NFT പോലെയാണ് മിൻ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേ ഗ്രൗണ്ടിൽ അവതാരം ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്ത് നമുക്ക് ഈ ടാസ്കിലേക്ക് പോയി എന്തൊക്കെ ടാസ്കുകൾ പറഞ്ഞാൽ നോക്കാം. നമുക്കിവിടെ ക്രിയേറ്റ് 1 വേൾഡ് ഓൺ സോംനിയ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്നതിന് ശേഷം എക്സ്പ്ലോർ ദ ഡ്രീം വേൾഡ് എന്ന് അടിക്കുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഡ്രീം വേൾഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് വേൾഡ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് വേൾഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ 3-4 ഓപ്ഷൻ ഉണ്ടാവും. സോംനിയ സ്നോ വില്ലേജ് സിറ്റി എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാനായിട്ട് എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾക്കൊരു ക്രിയേറ്റ് വേൾഡ് കൊടുക്കും. അപ്പോൾ ഞാൻ സോംനിയ സിറ്റി എന്ന് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് കൊടുക്കുന്നു, അതിനൊരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ മങ്ക് സിറ്റി എന്ന് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്തു, ക്രിയേറ്റ് വേൾഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വേൾഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇൻവൈറ്റ് URL അടുത്ത് കോപ്പി ചെയ്ത് എന്ത് പറ്റും, എനിക്ക് ബാക്കിയുള്ളവർക്ക് അയച്ചു കഴിഞ്ഞാൽ ഈ URL എന്ത് ചെയ്യും, 2 പേര് ഇൻവൈറ്റ് ചെയ്ത് 2 പേരെങ്കിലും മിനിമം കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ടാസ്ക് കൂടി കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മുടെ ഇത് ചെയ്യാനാണ് നമ്മുടെ അവതാർ ഓൾറെഡി ഉണ്ടാക്കി, എക്സ്പ്ലോർ 1 വേൾഡ് ഇൻ സോംനിയ പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലും അയക്കുന്ന ഒരു പ്ലേ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുക, നമ്മൾ വെറുതെ എക്സ്പ്ലോർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ടാസ്ക് കൂടി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് പ്ലേ ഗ്രൗണ്ട് ടാസ്ക് ഉള്ളത്. അടുത്ത ക്വസ്റ്റ് വന്നത് ഡാർക്ക് ടേബിൾ സോംനിയ ക്വസ്റ്റ് ആണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, എക്സിൽ ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്. പക്ഷേ ഇവരുടെ സൈറ്റിൽ എനിക്കിതുവരെ പറ്റിയില്ല. കാരണം ഇവരുടെ സൈറ്റിൽ നമുക്ക് നമ്മുടെ എക്സ് അക്കൗണ്ട് കണക്ട് ചെയ്യണം. പക്ഷേ ഈ സൈറ്റിൽ എക്സ് അക്കൗണ്ട് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് പലതവണ നോക്കിയിട്ടും പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ അക്കൗണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓതറൈസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വെരിഫൈ ഫോളോ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് ആവേണ്ടതാണ്. പക്ഷേ നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ കണ്ടില്ലേ, നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിൽ പ്രൊഫൈൽ നിൽക്കുന്നതിന് ശേഷം താഴെ വന്നിട്ട് നമ്മളിവിടെ കണക്റ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, പല പ്രാവശ്യം കണക്റ്റ് കൊടുക്കുമ്പോൾ എനിക്കിവിടെ വരുന്നത് ഇമെയിൽ നോട്ട് അല്ലെങ്കിൽ എക്സ് അക്കൗണ്ട് നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞൊരു എററാണ് എനിക്ക് പല തവണകളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഓതറൈസ് ആപ്പ് കൊടുക്കുകയാണ്. ഫെയിൽ ടു കണക്ട് എക്സ് എന്ന് പറഞ്ഞൊരു പ്രോംപ്റ്റാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യും, എനിക്ക് അപ്പുറത്തുള്ള ആക്ടിവിറ്റി എന്ത് ചെയ്ത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഡിസ്കോഡിലൊക്കെ ചോദിച്ച് നോക്കുക. ഞാൻ എന്തായാലും ഡിസ്കോഡിൽ അവരെ ടീമായിട്ട് ചെക്ക് ചെയ്യാം. അതായത് ഇങ്ങനത്തെ എക്സിൻ്റെ ക്വസ്റ്റിൻ്റെ ഇഷ്യൂ തീർന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്തായാലും ഇടുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഡേറ്റ് പറഞ്ഞിട്ടില്ല, എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നാണോ തീരുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, എപ്പോഴാണിത് ഈ ട്വിറ്റർ അക്കൗണ്ട് സാധനങ്ങളൊക്കെ കണക്ട് ആകുമ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അടുത്ത സോമിനിയ ടെസ്റ്റ്നെറ്റ് ഓഡീസ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് വരുന്നു. അതിനുശേഷം ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ റിസീവ് STT ടോക്കൺസ് ഫ്രം 1 or more മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളുടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ STT ടോക്കൺസ് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യാൻ പറഞ്ഞത് റിക്വസ്റ്റ് ആൻഡ് ഗെറ്റ് STT ടോക്കൺസ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ കിട്ടിയല്ലോ. നമ്മൾ STT ടോക്കൺസ് നമ്മൾ ഫോസെറ്റ് നമ്മൾ ക്ലെയിം ചെയ്തെടുത്തു മെയിൻ സൈറ്റിൽ നിന്ന്. സെൻഡ് STT ടോക്കൺസ് ടു 1 or more മെമ്പേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് സിബിൽ ആവാനുള്ള ചാൻസസ് ഈ ഒരു പ്രോജക്റ്റില്ല, മറ്റുള്ള പ്രോജക്റ്റിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരാളുടെ എന്തെങ്കിലും എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യുക, ഒരാൾക്കെങ്കിലും മാക്സിമം സെൻഡ് ചെയ്യാൻ നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരു സെക്കൻഡറി വാലറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം സെക്കൻഡറി വാലറ്റ് വെച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ടോക്കൺ അയക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ടോക്കൺ അയച്ച് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുക, ആ ട്രാൻസാക്ഷൻ്റെ ഹാഷ് ഐ ഡി എടുക്കുക. എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ്റെ ഹാഷ് ഐ ഡി എടുക്കുന്നത്, നമ്മൾ എന്ത് വേണം, നമ്മളിവിടെ സോമിനിയ ടെസ്റ്റ്നെറ്റിൻ്റെ എക്സ്പ്ലോറിലേക്ക് പോകണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് ചെന്നിട്ട് താഴെ വന്ന് എക്സ്പ്ലോറിലേക്ക് ജമ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളത് മെറ്റമാസ്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുക, അഡ്രസ്സ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്താണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ആ നടന്ന ട്രാൻസാക്ഷൻ ഐ ഡിയിൽ കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നടന്ന ട്രാൻസാക്ഷൻ നിങ്ങൾ ആർക്കെങ്കിലും അയച്ചാണെന്നുള്ള എന്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രം എവിടെ നിന്ന് എങ്ങോട്ട് അയച്ചു കാണാൻ പറ്റും. അപ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ ഹാഷ് ഐ ഡി എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നിങ്ങളുടെ ഹാഷ് ഐ ഡി എന്ന് പറയുന്നത്. ആ ട്രാൻസാക്ഷൻ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഐ ഡി. നിങ്ങൾ എത്ര അയച്ചെന്നുള്ള ഇവിടെ നോക്കിയാൽ ഫീയോ നിങ്ങൾ എന്തെങ്കിലും വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വാല്യൂസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ട്രാൻസാക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്നില്ലെങ്കിൽ അയച്ചതിനപ്പം എന്ത് ചെയ്യുക, എക്സ്പ്ലോർ വന്ന ശേഷം നിങ്ങളുടെ ഈ ഒരു ഐഡിയ അടിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു യൂണിക് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഐ ഡി എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ ഹാഷ്, ഈ ഒരു ഐ ഡി ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഈ ഒരു ഐ ഡി ആണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. എവിടെ, ഇപ്പോൾ ഇവിടെ പേസ്റ്റ് യുവർ ട്രാൻസാക്ഷൻ ഹാഷ് എന്ത് ചെയ്യുക, ആ ഒരു ഐ ഡി പേസ്റ്റ് ചെയ്യുക. ഇതെന്തായാലും സബ്മിറ്റ് ചെയ്യുന്നില്ല ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ ഒരാൾക്ക് എന്തായത് അയച്ചിട്ടില്ല. ഈ അയക്കുന്ന ട്രാൻസാക്ഷൻ്റെ ഹാഷ് ഐ ഡി ആണ് എന്ത് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം റിക്വസ്റ്റ് ആൻഡ് ഗെറ്റ് STT ടോക്കൺസ് അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചിലപ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കംപ്ലീറ്റ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഹാഷ് ഐ ഡി ആണെങ്കിൽ അതും കൂടി ഇവിടെ കൊടുക്കുക. പിന്നെ സെൻഡ് STT ടോക്കൺസ്, ആർക്കെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ STT ടോക്കൺ അയച്ചു കൊടുക്കുക. അപ്പോഴും എന്ത് ചെയ്യും, അതും ഇവിടെ കംപ്ലീറ്റ് ആവുന്നതായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റിലുള്ളത്. ഇതും ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ് എന്ന് പറയുന്നത് സോമിനിയ ടെസ്റ്റ്നെറ്റ് ODC സോഷ്യൽസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കുറച്ച് സോഷ്യൽ ക്വസ്റ്റുകളുണ്ട്. NFT ബൂസ്റ്റർ ക്വസ്റ്റ്. അപ്പോൾ നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കണക്ട് ടെലഗ്രാം, ലിങ്ക് യൂസർ നെയിം, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്താണ്. കണക്ട് ഡിസ്കോഡ്, ഇതൊക്കെ കണക്ട് ആവുന്നുണ്ടോ നോക്കുക. കണക്ട് ആവുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ടാസ്ക് എന്ത് ചെയ്യുക, എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, റിവാർഡ് 70 പോയിന്റ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് എന്ത് ചെയ്യുക, സോഷ്യൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്. ഇത് വളരെ ഈസിയാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നീടുള്ളത് സോമിനിയ ടെസ്റ്റ്നെറ്റ് മാസ്കർ മിം കോയിൻ ആണ്. നമ്മുടെ മിം കോയിൻ കോൺടെസ്റ്റ് ഓൾറെഡി എൻഡ് ചെയ്ത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഈ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, SUSD എന്ന് പറഞ്ഞ കോയിൻ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഞാൻ നേരത്തെ മിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിൻറ്റ് ചെയ്തപ്പോൾ സക്സസ് ആയ കാരണം എന്ത് ചെയ്തു, എനിക്ക് ഈ ഒരു ക്വസ്റ്റ് കംപ്ലീറ്റ് ആയി. പക്ഷേ ബൈ എനി ഓഫ് ദ മിം കോയിൻസ് പറഞ്ഞിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം, ഞാനിവിടെ ഈ ഒരു മിം കോയിൻസിൻ്റെ സൈറ്റിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും മിം കോയിൻസ് എനിക്ക് മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മിം കോയിൻ ക്വസ്റ്റിലേക്ക് വന്ന ശേഷം ഇവിടെ ഞാൻ ബൈ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, എനിക്കിവിടെ കോമ്പറ്റീഷൻ എൻഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു മിം കോയിൻ കോൺടെസ്റ്റ് വരുന്നവരെ എന്ത് ചെയ്യേണ്ടത്, വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് എന്ത് ഉള്ളൂ, എനിക്ക് ഒരു ക്വസ്റ്റ് കൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റുകളായിട്ട് എന്ത് ഇതിലുള്ളത്. ഇനിയുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്കോസിസ്റ്റത്തിലുള്ള കുറച്ച് ആപ്പുകളാണ്. അപ്പോൾ എക്കോസിസ്റ്റം ആപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം L1 ബ്ലോക്ക് ചെയിനിൽ എപ്പോഴും എന്തുണ്ടാവും, എക്കോസിസ്റ്റം ഉണ്ടാവും. എക്കോസിസ്റ്റം ഉദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ നെറ്റ്വർക്കിൽ ബിൽഡ് ചെയ്യുന്ന മറ്റുള്ള ഡാപ്പുകൾ പറയുന്നതാണ്. ഡാപ്പുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത്, എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ എക്കോസിസ്റ്റത്തിൽ എന്താണ്, ഒരുപാട് കുറച്ച് ഡാപ്പുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഡാപ്പുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം ചെറിയ ചെറിയ ഇൻട്രാക്ഷനൊക്കെ വരുത്താൻ നോക്കുക. ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന വാലറ്റ് അല്ലെങ്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ഈ സോമിനിയുടെ ബ്ലോക്ക് ചെയിൻ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്തണം. ചില ബ്ലോക്ക് ചെയിനിലൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ആർബിറ്റത്തിൻ്റെ ബ്ലോക്ക് ചെയിനാണ് കണ്ടത് ടെസ്റ്റ്നെറ്റ്. അപ്പോൾ നിങ്ങൾ എന്താണ്, ടെസ്റ്റ്നെറ്റ് ബ്ലോക്ക് ചെയിൻ തന്നെയാണ് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഈ സോമിനിയുടെ ബ്ലോക്ക് ചെയിൻ തന്നെയാണെന്ന് എന്താണെന്നുള്ള ഉറപ്പുവരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും,
ആ ഒരു സോമനിയ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് ഇൻട്രാക്ഷൻ കൂട്ടാനല്ല നോക്കണത്, ആ ഒരു ഡിഫറെൻറ്റ് ഇൻട്രാക്ഷൻ കൂട്ടാനല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കൂട്ടാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യുക സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിലുള്ള ഡാപ്പുകളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം സോമിയയിലാണോ നടക്കുന്നത് എന്ത് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക ഇതിലുള്ള ഡാപ്പുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. എല്ലാ ഡാപ്പുകളും ചാടിപ്പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആപ്പുകൾ എന്ത് ചെയ്യുക നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരെല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ടെസ്റ്റിൻ്റെ. ബാക്കിയുള്ള എന്തെങ്കിലും ഇതിൽ സംബന്ധിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ എന്തായാലും നമ്മുടെ കമ്മ്യൂണിറ്റി ചാനൽ എന്തായാലും ഇടും. അപ്പോൾ കമ്മ്യൂണിറ്റി ചാനൽ എന്ത് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാക്സിമം ഈ ഒരു പ്രൊജക്റ്റിൽ എല്ലാവരും വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു മാസം ലേറ്റ് ആയാലും നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി ഉള്ള ട്രാൻസാക്ഷൻ പിങ്ങിന്ന് പോങ്ങിലേക്ക് ചെയ്യുന്ന ഡെയിലി ട്രാൻസാക്ഷൻ ഒരു 10 എങ്കിലും എന്ത് ചെയ്യുക മിനിമം ചെയ്യാൻ നോക്കുക. ഒന്നില്ലെങ്കിൽ പിങ്ങിന്ന് പോങ്ങിലേക്ക് 10 പ്രാവശ്യവും പോങ്ങിൽ നിന്ന് പിങ്ങിലേക്ക് എന്ത് ചെയ്യുക ഒരു 10 പ്രാവശ്യം എന്ത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുക നമുക്ക് ട്രാൻസാക്ഷൻ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ STD ടോക്കൺസ് എന്ത് ചെയ്യുക ഡെയിലി കഴിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഈ ഒരു സോമനിയ ടെസ്റ്റിൽ എന്ത് ചെയ്യാൻ നിങ്ങളൊരു പ്ലേസ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.